ഹായ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓസ്ട്രേലിയ ഒരു ഐലൻഡ് നേഷനാണ്, നിയർ ടു ന്യൂസിലാൻഡ്. അത്യാവശ്യം വലിയൊരു രാജ്യമാണ്. അവിടുത്തെ സ്പീക്കിംഗ് ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. അത് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്ത സ്റ്റുഡൻസിന് ഒരു അഡ്വാൻറ്റേജുമാണ്. കാരണം അവർക്ക് അവിടെ ചെന്നിട്ട് മറ്റ് യൂറോപ്യൻ കൺട്രീസിൽ ഓപ്റ്റ് ചെയ്യണ പോലെ അവർക്ക് മറ്റൊരു ലാംഗ്വേജ് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ ഓസ്ട്രേലിയയിലുള്ള മറ്റ് കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ പോലെ തന്നെ 3 ഇയർ ടു 4 ഇയർ ഡിഗ്രിയും അതുപോലെ തന്നെ 1 ഇയർ ടു 2 ഇയർ മാസ്റ്റേഴ്സ് പ്രോഗ്രാമാണ് ഓസ്ട്രേലിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫർ ചെയ്യുന്നത്. അവിടെ മെയിനായിട്ട് വരുന്ന 2 ഇൻടേക്കുകൾ എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി, ജൂലൈ ആണ്. അതുപോലെ തന്നെ നവംബറിലും ഒരു ഇൻടേക്ക് ഉണ്ട്. പക്ഷേ നവംബർ ഇൻടേക്കിൽ അപ്പോൾ വളരെയധികം കോഴ്സസ് ഓപ്പൺ ആയിട്ടില്ല. വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും തുറന്നിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയ ട്രൈ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഫെബ്രുവരി ആൻഡ് ജൂലൈ ആണ്. പക്ഷേ ഓസ്ട്രേലിയ പേപ്പർ വർക്ക് പ്രോസസ്സ് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ മിനിമം 6 to 8 months മുമ്പേ തന്നെ നിങ്ങൾ പേപ്പേഴ്സും ഡോക്യുമെന്റേഷനും എല്ലാം സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. IELTS മാൻഡേറ്ററി ആണ്. ഇൻഡിവിജ്വൽ 6, ബാൻഡ് സ്കോർ 6.5 എങ്കിലും മിനിമം സ്കോർ എടുത്തവർക്ക് മാത്രമേ ഓസ്ട്രേലിയ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഓസ്ട്രേലിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്സ് അവൈലബിൾ ആണ്. 25% to 30 to 40% വരെ സ്കോളർഷിപ്പ് ഓഫർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ഓസ്ട്രേലിയയിലുണ്ട്. ഓസ്ട്രേലിയയിൽ മെയിനായിട്ട് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആണുള്ളത്. അതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജസും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട് വിച്ച് ആർ അഫിലിയേറ്റഡ് ടു ഓസ്ട്രേലിയൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസ്. ഓസ്ട്രേലിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം CRI COS ക്രിയോസിൻ്റെ അണ്ടറിൽ രജിസ്റ്റേർഡ് ആയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കീഴിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പാസ്ഡ് ഔട്ട് ആവുന്ന സ്റ്റുഡൻസിന് മാത്രമേ PSWനുള്ള എലിജിബിലിറ്റി ഉണ്ടാവുള്ളൂ. മെയിനായിട്ടും ഓസ്ട്രേലിയയിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് അല്ലെങ്കിൽ മോസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള കോഴ്സസ് അഗ്രികൾച്ചർ, മൈനിങ്, അതുപോലെ തന്നെ മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. അതുപോലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട്. ഡാറ്റ സയൻസ്, IT റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, ഇതിനൊക്കെ അത്യാവശ്യം പോസിബിൾ ആയിട്ടുള്ള കോഴ്സുകളാണ് ഓസ്ട്രേലിയയിൽ. ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിലുള്ള എല്ലാ കോഴ്സിൻ്റെയും റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളോ അല്ലെങ്കിൽ അതേപോലത്തെ കോഴ്സുകളോ ഓസ്ട്രേലിയയിൽ ഉണ്ട്. പക്ഷേ ഈ കോഴ്സുകൾ നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഓസ്ട്രേലിയൻ ഷോർട്ടേജ് ഓക്യുപ്പൻസി ലിസ്റ്റിൽ വന്ന പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സാണോ എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം. കാരണം നിങ്ങൾ വൺസ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അവിടെ ഒരു വർക്കിലേക്ക് കയറി അതിനുശേഷം നിങ്ങളൊരു PR അല്ലെങ്കിൽ സ്റ്റേ ബാക്കിനോ അപ്ലൈ ചെയ്യാൻ പോകുന്ന സമയത്താണ് നിങ്ങൾക്ക് ഇതൊരു പ്രോബ്ലം ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ കോഴ്സുകൾ ചൂസ് ചെയ്യുമ്പോൾ ഓസ്ട്രേലിയയിൽ എപ്പോഴും ഇത് ഈ സ്കിൽഡ് ഓക്യുപ്പൻസി ലിസ്റ്റിലുള്ള പ്രൊഫഷൻസ് ആണോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി നമുക്ക് മെയിനായിട്ട് എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്ന് നോക്കാം. മെയിനായിട്ട് വരുന്നത് മാർക്ക് ഷീറ്റും നിങ്ങളുടെ സെമിസ്റ്റർ വൈസ് അല്ലെങ്കിൽ IELTS മാൻഡേറ്ററി ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അതുപോലെ തന്നെ ഫണ്ട് ആൻഡ് ഡോക്യുമെന്റ്സ്, നിങ്ങളുടെ ഇൻഷുറൻസ്, SOP, അതുപോലെ ആപ്ലിക്കേഷൻ ഫോം, റെഫറൽ, പിന്നെ ചില കോഴ്സുകൾക്ക് GMATO GREO ആവശ്യം വരാറുണ്ട്. അപ്പം ഇതെല്ലാമാണ് മെയിനായിട്ട് നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന ഡോക്യുമെന്റ്. ഇനി ഓസ്ട്രേലിയയിലേക്ക് നമുക്ക് വിസ ആപ്ലിക്കേഷന് മെയിനായിട്ട് വേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഓഫർ ലെറ്റർ. അതുപോലെ ഇൻ്റർവ്യൂ ഉണ്ടാവും. ഓസ്ട്രേലിയയിൽ നിന്നുള്ള ആപ്ലിക്കേഷൻസിന് ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യുക. പിന്നെ ഓസ്ട്രേലിയയിലേക്ക് വേണ്ടി വരുന്നത് $21,000 ഓസ്ട്രേലിയൻ ഡോളേഴ്സിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് നിങ്ങളുടെ പ്രൂഫ് ഓഫ് ഇൻകം വിത്ത് പ്രൂഫ് ഓഫ് ഇൻകം കാണിക്കേണ്ടി വരും. ചിലപ്പോൾ അപ് ടു 6 months അവർ ഇൻകം പ്രൂഫ് ചോദിക്കാറുണ്ട്. വരുന്നതാണ് നമ്മുടെ സ്റ്റേ ബാക്കിൻ്റെ കാര്യങ്ങളാണ്. സിഡ്നി, മെൽബൺ, അതുപോലെ ബ്രിസ്ബൺ റീജിയനുകൾ, മെയിനായിട്ടുള്ള സിറ്റി ഏരിയയിൽ നിന്ന് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പാസ്സായ സ്റ്റുഡൻസിന് അവിടുത്തെ അവരുടെ സ്റ്റേ ബാക്കിന് അപ്ലൈ ചെയ്യണമെങ്കിൽ അവർക്ക് മാക്സിമം കിട്ടാൻ പോസിബിലിറ്റി ഉള്ളത് അപ് ടു 2 years ആണ്. അതും 2 years എങ്കിലും മിനിമം അവിടെ കോഴ്സ് പഠിച്ചവർക്കാണ് 2 yearsനുള്ള സ്റ്റേ ബാക്കിനുള്ള എലിജിബിലിറ്റി ഉള്ളത്. മറ്റ് ലോക്കൽ റീജിയനിൽ പഠിച്ച് പാസ് ഔട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസിനാണെങ്കിൽ അപ് ടു 3 to 4 years വരെയുള്ള സ്റ്റേ ബാക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഓസ്ട്രേലിയയിൽ. ഇനി ഓസ്ട്രേലിയൻ പഠിക്കാൻ ഓപ്റ്റ് ചെയ്യുന്ന താല്പര്യമുള്ള സ്റ്റുഡൻസിന് അവിടുത്തെ അറിയേണ്ട ഒരു കുറച്ച് കോൺസ് ഞാൻ പറയാം. പൊതുവേ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മിക്കവാറും വർക്ക് കാര്യങ്ങൾക്കെല്ലാമായിട്ട് ഓസ്ട്രേലിയയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് ചിലപ്പോൾ റീലൊക്കേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ
കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷോർട്ടേജ് ഓക്യുപ്പൻസി ലിസ്റ്റിലുള്ള കോഴ്സുകളാണോ എന്ന് നോക്കണം. അതിനനുസരിച്ച് വേണം നിങ്ങൾ സ്പോൺസറിനെ കണ്ടുപിടിക്കാനും വർക്ക് വിസയിലോട്ട് മാറാനും. പിന്നെ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടൊരു രാജ്യമാണ്, വളരെ എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. മറ്റൊരു കാര്യമാണ്, ഓസ്ട്രേലിയയിൽ വിസ റിജക്ഷൻസ് റീസെൻ്റ്ലി വളരെ കൂടി വരുന്നുണ്ട്. കാരണം ആപ്ലിക്കൻസിൻ്റെ എണ്ണം കൂടിയപ്പോൾ ഓസ്ട്രേലിയയിൽ വിസ റിജക്ഷൻ്റെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റും ഏറ്റവും നല്ല സ്കോറും ഏറ്റവും നല്ല അക്കാഡമിക്കും ഉള്ള IELTS സ്കോറും അക്കാഡമിക്കും ഉള്ള സ്റ്റുഡൻസിനാണ് എപ്പോഴും മുൻഗണന. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ പ്രീവിയസ്ലി പഠിച്ച കോഴ്സും ഇനി പഠിക്കാൻ പോണ കോഴ്സും തമ്മിൽ റിലേറ്റഡ് ആയിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഒരു $20,000 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് തൊട്ട് നിങ്ങൾക്ക് $40,000 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് വരെ നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷൻ ഫീസ് വരാൻ സാധ്യതയുണ്ട്. ഇതിന് പുറമെ നിങ്ങൾക്ക് ലിവിങ് എക്സ്പെൻസും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് കാണിക്കണം. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഫസ്റ്റ് ഇയറിലെ ഫുൾ ഫീസ് ഓസ്ട്രേലിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരം അറ്റ്ലീസ്റ്റ് നിങ്ങൾ 50% ട്യൂഷൻ ഫീസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിന് പുറമെ നിങ്ങൾക്ക് മറ്റ് പർച്ചേസുകൾ, നിങ്ങളുടെ പേഴ്സണൽ പർച്ചേസുകളും ബാക്കി ഫ്ലൈറ്റ് ടിക്കറ്റും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഓസ്ട്രേലിയയിലേക്ക് വളരെ എക്സ്പെൻസീവ് ആണ്, 1 lakhന് മേളിലാണ് മിനിമം വരിക. അതുപോലെ തന്നെ നിങ്ങൾ അക്കോമഡേഷൻ എടുക്കുമ്പോൾ ഉള്ള എക്സ്പെൻസസ്, ഇതെല്ലാം മീറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് വേണം നിങ്ങൾ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞൊരു കൺട്രി ചൂസ് ചെയ്ത് നിങ്ങളുടെ ബാക്കിയുള്ള വിസ പ്രോസസ്സിങ്ങിന് പോകാനായിട്ട്. സോ ഓസ്ട്രേലിയ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഓസ്ട്രേലിയ പോകാൻ താല്പര്യമുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതേപോലെ നിങ്ങളുടെ ഡൗട്ട്സ് ഞങ്ങളോട് ചോദിക്കാം. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ മറ്റേതെങ്കിലും കൺട്രീസ് ആണ് നിങ്ങൾ നോക്കണമെങ്കിൽ, നിങ്ങൾക്ക് 2 കൺട്രികൾ തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ട്, ഏതാണ് ഓപ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അതുപോലെ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റേ ആളുകളിലേക്ക് എത്തിക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.